പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ICC 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് പോരാട്ടത്തിനുള്ള ഫിക്സ്ചർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹൈബ്രിഡ് മോഡലിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ UAEയിൽ വെച്ചാണ് അരങ്ങേറുക. പകലും രാത്രിയുമായാണ് ടൂർണമെന്റിൽ മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടക്കും. ഇന്ത്യ സെമി ഫൈനൽ മത്സരങ്ങളിൽ പ്രവേശിച്ചാൽ മാത്രം ദുബായിൽ വെച്ച് ആ മത്സരങ്ങളും അരങ്ങേറും. അല്ലെങ്കിൽ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ ലാഹോറിൽ വെച്ചായിരിക്കും സെമി ഫൈനൽ നടക്കുക. നിലവിൽ ഒരു സെമി ഫൈനൽ ദുബായിൽ വെച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ന്യൂസിലൻഡ്, ബംഗ്ലാദേശ് ടീമുകളാണുള്ളത്. ഇന്ത്യയുമായുള്ള മത്സരങ്ങൾക്ക് വേണ്ടി ഈ 3 ടീമുകളും ദുബായിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ചില ഊഹാപോഹങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മലയാളി താരം സഞ്ജു സാംസൺ ടീം ഇന്ത്യയിൽ ഉൾപ്പെടില്ല എന്നാണ് സൂചന. സഞ്ജു സാംസൺ മാത്രമല്ല, മറ്റു ചില സൂപ്പർ താരങ്ങളും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സംഘത്തിൽ ഉണ്ടാകില്ല എന്നാണ് വിവരം. മുഹമ്മദ് ഷമി, ശിവം ദൂബെ എന്നിവരാണ് ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയില്ലാത്തവർ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സഞ്ജു സാംസൺ 2020 ക്രിക്കറ്റിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച വർഷമാണ് 2024. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർ സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് സഞ്ജു. രോഹിത് ശർമ്മയ്ക്ക് പകരം ഇന്ത്യയുടെ 2020 ടീമിന്റെ ഓപ്പണർ സ്ഥാനത്താണ് സഞ്ജു ഇപ്പോഴുള്ളത്. ഓപ്പണറായി അവസാന 5 മത്സരങ്ങൾക്കിടെ 3 സെഞ്ചുറിയും സഞ്ജു സ്വന്തമാക്കിയിട്ടുണ്ട്. എങ്കിലും സഞ്ജുവിന് ഏകദിന ടീമിൽ സ്ഥിരസ്ഥാനം ഇതുവരെ ലഭിച്ചിട്ടില്ല. വിക്കറ്റ് കീപ്പർമാരായ ഋഷഭ് പന്തും KL രാഹുലും നിലവിൽ ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11 ഇടം പിടിച്ചവരാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററിനെ കൂടി സെലക്ടർമാർ ICC ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല. മുഹമ്മദ് ഷമിയുടെ കാര്യത്തിലും ഇന്ത്യൻ ടീം വാതിൽ തുറക്കാൻ സാധ്യതയില്ല എന്നാണ് വിവരം. 2023 ICC ലോകകപ്പ് ഫൈനലിന് ശേഷം മുഹമ്മദ് ഷമി ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങിയിട്ടില്ല. ഫിറ്റ്നസ് പ്രശ്നങ്ങളാണ് ഷമിക്ക് തിരിച്ചടിയാകുന്ന ഘടകം. 2024-25 സീസൺ രഞ്ജി ട്രോഫിയിലും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും മുഹമ്മദ് ഷമി കളിച്ചെങ്കിലും വീണ്ടും ചെറിയ പ്രശ്നങ്ങളുമായി വിശ്രമത്തിലേക്ക് പോയിരിക്കുകയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ നിന്നും മുഹമ്മദ് ഷമിയെ ഒഴിവാക്കിയിരുന്നു. അതുപോലെ ICC 2024-2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ നിർണായക ഘടകമായിരുന്നു ശിവം ദൂബെ. 2020 ക്രിക്കറ്റിലെ മികച്ച ഫിനിഷർ റോളിൽ ശിവം ദൂബെ തന്റെ കഴിവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഏകദിനത്തിൽ ശിവം ദൂബെക്ക് അത്ര തിളങ്ങാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഹർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർ ശിവം ദൂബെയുടെ സ്ഥാനത്തിന് വെല്ലുവിളിയുമാണ്. അതുകൊണ്ട് തന്നെ ടൂർണമെന്റിൽ സ്ഥാനമുറപ്പിക്കാൻ ശിവം ദൂബെക്ക് അവസരം ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്.